Good morning, all. Good morning. എല്ലാവരും കേറുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? നമ്മള് എവിടെ വരെ അടുത്ത് നിർത്തിയത് ഓർമ്മയുണ്ടോ? ആരെങ്കിലും വായിച്ചു നോക്കിയായിരുന്നോ? നിങ്ങൾ കൊണ്ടുപോയി എന്താ പറയാ എടുത്തു കഴിയുമ്പോൾ തന്നെ വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ചു പോകാനൊക്കെ ആയിട്ട് സാധിക്കുമോ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് എന്താണ് മെഡിക്കൽ ബെനിഫിറ്റ്സുകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, പലതരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനെ കുറിച്ച്, പ്രത്യേകിച്ച് സെക്യൂരിറ്റി അല്ലെ, അവിടെ ആ ജോലിയുടെ സുരക്ഷ അല്ലെങ്കിൽ ആ വേതനത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ് ആണ്. ഓക്കെ അല്ലേ, തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എടുക്കാം. എന്താണ് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ്. ഓക്കെ, നമുക്കറിയാം ഇത് ഈ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നു എന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇത് നമുക്കറിയാം, ഇങ്ങനെ ലഭ്യമാകുമ്പോൾ അല്ലെ, തീർച്ചയായിട്ടും എംപ്ലോയിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ. അവർക്ക് ഗുണകരമല്ലാത്ത എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ചെലവാക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളുണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ലഭ്യമാകുമ്പോൾ എംപ്ലോയീസ് സാറ്റിസ്ഫൈ ചെയ്ത് അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രകടനം അവരുടെ ജോലിയിൽ ഉടനീളം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലാണ് ഈ ഇത്തരത്തില് റിസ്ക് എടുത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കോസ്റ്റ് ചിലവാക്കി എന്തെങ്കിലും ചിലവഴിക്കുന്നതും കൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹങ്ങൾ, അവിടെയുള്ള എംപ്ലോയീസിന് എന്തൊക്കെയാണ് ആവശ്യങ്ങളിൽ നിന്ന് കണ്ടറിയേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ തൊഴിലുടമയ്ക്ക് എത്രത്തോളം ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കാൻ പറ്റും, ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു അവലോകനം അവിടെ ആവശ്യമാണ്. അതിനുശേഷമാണ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഒരു കൺട്രോളിങ് പവറോട് കൂടിയിട്ട് അത് മാത്രമല്ല അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എല്ലാവർക്കും ലഭ്യമാകത്തക്കതിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷനും അതിന്റെ ഗുണങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. Due to the fact that the different types of benefits are an integral part of the total reward system, there must be a match between the benefits plans and the organization objectives of the firm. ഓക്കെ, നമ്മള് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് പറയുന്നത് അല്ലെ, ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. ഇങ്ങനെ എംപ്ലോയീസിലേക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ ഒക്കെ കൊടുക്കുക എന്നുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ അത് നമ്മൾ കണ്ടെത്തുമ്പോൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ളതാണോ എന്നും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക്, ഒരു ഡിസിഷനിലേക്ക് എത്താനായിട്ട് പാടുള്ളൂ. ഒരു വിഭാഗം വ്യക്തികൾക്ക് മാത്രം, ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ വ്യത്യസ്ത ജീവനക്കാരുണ്ടാവും. അപ്പൊ ഒരു വിഭാഗം വ്യക്തികളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ജീവനക്കാരുടെ ഇടയിൽ എന്താണ് ഒരു ഡിസ്ക്രിമിനേഷൻ ആയിരിക്കും ഫീൽ ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വേർതിരിവൊന്നും ഫീൽ ചെയ്യാത്ത തരത്തില് ഗുണകരമായ രീതിയിൽ ഒരു ഓർഗനൈസേഷന്റെ ആ ലക്ഷ്യം നേടിയെടുക്കത്തക്ക വിധത്തില് മാച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കണം ഇത് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട്. This goals can be fulfilled by establishing operational objectives for the
benefits plans and then creating such a plan which has the capabilities of meeting these objectives. Okay, നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള അല്ലെ ഓപ്പറേഷണൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആണോ ഇത് എന്നുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം മെയിൻ ആയിട്ട് അവിടെയുള്ള ജീവനക്കാരെ സാറ്റിസ്ഫൈ ചെയ്യുക, അതോടൊപ്പം തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുക, അതിന് പര്യാപ്തമാണോ എന്നുള്ളത് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ്. In certain cases, the appropriate designing of these types of benefit plans is seen as a one-time decision-making rather than a continuous developing process. Okay, നമ്മളിപ്പോ ഒരു തീരുമാനം എടുത്തു അല്ലെ, ഇപ്പൊ അവിടുത്തെ ജീവനക്കാർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം, ചിലപ്പോ അവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കണം, അല്ലെങ്കിൽ അവർ കൂടുതൽ അധികം ഡ്യൂട്ടി ചെയ്യുന്നതനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു കൂടുതൽ പേയ്മെന്റ് കൊടുക്കണം എന്നൊക്കെ ഒരു ഡിസിഷൻ എടുത്തു. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്തു, അത് അവർക്ക് കൊടുത്തു. ഞാൻ വീണ്ടും നമുക്ക് അടുത്തതായിട്ട് എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ ഉണ്ടോ എന്ന് കൺസിഡർ ചെയ്യണം അല്ലെ. അപ്പൊ അത് ഒരു പ്രാവശ്യം ഒരു കാര്യം കണ്ടെത്തി അവർക്ക് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ, അത് തന്നെയല്ല കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ മറ്റേതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക അല്ലെ, ഒരു മറ്റെന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരു വൺ ടൈം പ്രോസസ് അല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഡെവലപ്പിംഗ് പ്രോസസ് ആണ് അല്ലെ. അവരുടെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡെവലപ്പിംഗ് പ്രോസസ് ആണ് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊടുക്കുക എന്നുള്ളത്. Then, in fact, the benefit plans which are there suitable for the workforce of previous years may not provide the same results for the present or future employees. Okay, നമ്മളിപ്പോ പരമ്പരാഗതമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ അല്ലെ ഒരു ഓണം സീസണിലൊക്കെ ഒരു ഡ്രസ്സ് അല്ലെ ഒരു പുതിയ ബോഡി മേടിച്ച് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഒരു ഹാപ്പി ആവാനൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോ ഈ നവേ ഡേയ്സിൽ ചിലപ്പോ അതായിരിക്കില്ല അല്ലെ, കൾച്ചറൽ പ്രോഗ്രാംസുകളൊക്കെ സെറ്റ് ചെയ്ത് അവരിൽ നിന്നും എന്താണ് പ്രോഗ്രാമുകളിൽ നിന്നൊക്കെ കുറെ പ്രസന്റ് അല്ലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നവർക്കൊക്കെ കുറെ പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ചും കൂടി റിലാക്സബിളും അതോടൊപ്പം തന്നെ നല്ല എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ ഫണ്ട് ചെലവഴിക്കാനായിരിക്കും നവേ ഡേയ്സിൽ അല്ലെ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ചെറിയൊരു പേയ്മെന്റ് ആയിരിക്കും എല്ലാവർക്കും കൂടി കൊടുക്കുന്നത് അല്ലെ. അതിനേക്കാൾ അപ്പുറം ഒരു ഫെസ്റ്റിവൽ പോലെ ഒരു ഓർഗനൈസേഷന്റെ ആഘോഷമാക്കി മാറ്റി തീർക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ പണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അനുസരിച്ചിട്ട് ആ ഫെസ്റ്റിവൽ സീസണിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്ത് അവസാനിപ്പിക്കുന്നതാണെങ്കിൽ ഇന്നത് ആഘോഷത്തിനോടൊപ്പം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയായി മാറിയിരിക്കുന്നു അല്ലെ. അപ്പൊ പ്രീവിയസ് ഇയറിൽ തന്നെ ഫോളോ ചെയ്ത് പോവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. നവേ ഡേയ്സിൽ എന്താണോ അവർ ആഗ്രഹിക്കുന്നത്, എംപ്ലോയീസ് എന്താണോ ആഗ്രഹിക്കുന്നത്, അവർക്ക് എത്രത്തോളമാണ് അല്ലെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ളത് കണ്ടറിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ തീരുമാനിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? അപ്പോ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ മസ്റ്റ് ആയിട്ട് നമ്മൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ളതാണ്, അത് ഓർത്ത് വെക്കുക. പക്ഷെ അവർക്ക് ഏറ്റവും താല്പര്യപ്പെടുന്ന രീതിയിലും ഒപ്പം എന്താണ് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇതെല്ലാം ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോ ഇറ്റ്സ് കണ്ടിന്യൂസ് ഡെവലപ്പിംഗ് പ്രോസസ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഡിസിഷൻ മേക്കിംഗ് അല്ലെ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് എടുക്കുന്ന ആ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു വൺ ടൈം പ്രോസസ് അല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഡെവലപ്പിംഗ് പ്രോസസ് ആണെന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, there must be a proper administration of benefits and service by organizations as there can be incidents of lawsuits and civil penalties for those organizations which do not properly administer benefits and services. നമുക്കറിയാം ചില ആനുകൂല്യങ്ങളൊക്കെ അല്ലെ അവിടെ തീർച്ചയായിട്ടും ഇത്രയും 10 മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ PF ഒക്കെ അവിടെ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് അല്ലെ. അത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന്റെ പാക്കേജിൽ വരുന്നത് തന്നെയാണ്. എംപ്ലോയീസിന്റെ ജോലിയുമായി അല്ലെ അവിടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെടുന്ന ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആണ് നമ്മൾ കണ്ടു. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അത് എന്താണ്, അത് ലീഗൽ ആയിട്ടുള്ള ഒരു നടപടിയാണ് അല്ലെ. എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനും ഒരു മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ അംഗങ്ങളുള്ള ഇത്രയും വലിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മസ്റ്റ് ആയിട്ട് PF അവിടെയുള്ള ആനുകൂല്യം കൊടുക്കേണ്ടതാണ്. നിയമപരമായിട്ടുള്ള വശങ്ങളിൽ കൂടി നമ്മൾക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് കൊടുക്കുന്നില്ല എങ്കിൽ സിവിൽ പെനാൽറ്റീസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ഓർഗനൈസേഷൻ അതിനൊക്കെ എന്താണ് തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അതെല്ലാം നേരിടേണ്ടതായിട്ട് വരും. Then hiring a benefit administrator or a HR manager, human resource manager, can prove to be less costly solution.
the activities of developing and managing the benefits for employees are taken care of by benefits administrator. ഓക്കെ, നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള പവർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്കാണ് അല്ലെ. ഏതൊക്കെ ബെനിഫിഷ്യൽ ആണ് കൊടുക്കേണ്ടത്, മസ്റ്റായിട്ട് ലീഗലായിട്ട് കൊടുക്കേണ്ടത്, നിയമപരമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. അതൊക്കെ നമുക്കറിയാം. ഇൻ കേസ് അവിടെ എംപ്ലോയറിന് അറിയില്ലെങ്കിൽ കൂടി അത് ബോധ്യമാക്കേണ്ടതും ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജറൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കേണ്ടത്. എന്താണ് ആക്ടിവിറ്റീസ് ഡെവലപ്പിംഗ് ആൻഡ് മാനേജിംഗ് ബെനിഫിറ്റ്സ് ഫോർ എംപ്ലോയീസ് ആർ ടേക്കൺ കെയർ ബൈ ബെനിഫിറ്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. നമുക്കറിയാം അത്തരത്തിലുള്ള ബെനിഫിഷ്യലിന്റെ കാര്യങ്ങളൊക്കെ അത് ഇച്ചിരി കൂടി വികസിപ്പിച്ച് അല്ലെ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെത്തേഡിലേക്ക് ആക്കി തീർക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടിയെ നിർവഹിക്കുന്നത് ആരായിരിക്കും? ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ തന്നെയായിരിക്കും. ഇൻ കേസ് ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ ഉള്ള രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കാം, എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതും മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് മസ്റ്റ് ആയിട്ട് അവിടെ കൊടുക്കേണ്ടതാണ്. കൊടുത്തില്ലെങ്കിൽ നിയമവശങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പെനാൽറ്റി ഒക്കെ ഈടാക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ടും ഇതൊരു ഓർഗനൈസേഷനെ ഫേസ് ചെയ്യേണ്ടതായിട്ടും വരുമെന്നുള്ളതും ഓർത്ത് വെക്കും. Next, he is also responsible for communicating to the employees about the manner in which the benefit programs functions along with the different standards which must be met by an employee to acquire these benefits. ഓക്കെ, നമുക്കറിയാം ഒരുപാട് ഫ്രഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ ലഭ്യമാക്കണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ തൊഴിലാളികൾക്ക് ഇഷ്ടമുള്ളത് അല്ലെ അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് ചിലർക്ക് ചിലപ്പോൾ ട്രാവലിംഗ് അല്ല ഇൻ കേസ് എന്തെങ്കിലും ട്രാവൽ സപ്പോർട്ട് കിട്ടാനായിരിക്കും. ചിലർക്ക് ഫുഡ് അല്ലെ ഇത്ര നേരത്തെ വരുന്ന ഈ ഷിഫ്റ്റ് ഡ്യൂട്ടിയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ടൈമിലി ഫുഡ് ഒന്നും കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും. ഇപ്പോൾ ക്യാൻറ്റീൻ സർവീസ് ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ചിലർക്ക് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകൾ വേണമെന്നായിരിക്കും സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ചിലർക്ക് ചിലപ്പോൾ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് തോന്നുന്നവരുണ്ടാവാം. അപ്പൊ എന്താണ് ഇവർക്ക് ആവശ്യം എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ എംപ്ലോയീസിനുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല ആശയവിനിമയം നടത്തിയിട്ട് എന്തൊക്കെ പ്രോഗ്രാംസുകളാണ് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതൊക്കെ തീരുമാനിക്കുന്നത് അവരിൽ നിന്നും അറിയുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസിലായിരിക്കും. In most of the large organization, benefit administration is a part of a human resource department. On the other hand, in small organization, the responsibility of a benefit administrator is assigned to the individuals over different divisions or areas. അതായത് നമുക്കറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്പീഡിൽ വരുന്നത്. കുഴപ്പമില്ലല്ലോ. അതായത് ഇത് പ്രധാനമായിട്ടും പറയുന്നത് വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കും. ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നത്. ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഏത് ബെനിഫിറ്റ്സ് കൊടുക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരായിരിക്കും. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. സ്മോളർ ഓർഗനൈസേഷനിലാണെങ്കിൽ ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്ററിലായിരിക്കും. ദെൻ എന്താണ് വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പാർട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരായിരിക്കും മൊത്തത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. Then most of the time the benefit administrator is involved in the coordination of the existing benefits plans. ഓക്കെ, നിലവിലുള്ള പ്ലാൻസുകൾ അല്ലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാൻസുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ അല്ലെ അവർക്ക് ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു അഡ്മിനിസ്ട്രേറ്ററിന് പ്രധാനമായിട്ട് റോൾ ഉണ്ട്. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അവർക്ക് അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, എംപ്ലോയീസിനെയും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് എന്താണ് ആവശ്യമെന്ന് കണ്ടറിഞ്ഞിട്ട് അതനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ഒക്കെ തീരുമാനിച്ച് മാനേജ്മെന്റിനെ അല്ലെ അത് തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയറിനൊക്കെ ബോധ്യപ്പെടുത്തി അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ അല്ലേ, ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം.
Okay, continue ചെയ്യാലോ. Okay അല്ലേ? Okay, അപ്പൊ നമുക്ക് continue ചെയ്ത് പോവാം. അപ്പൊ നമ്മൾ കണ്ടു ഈ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെ കൊടുക്കണം, എത്രത്തോളം കോസ്റ്റ്, അതൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് അത് തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസിഡറേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ബെനിഫിറ്റ് ആൻഡ് സർവീസ് ആർ സ്റ്റേറ്റഡ് ബിലോ. ഓക്കെ, വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. നോക്കാം ഫസ്റ്റ് എന്താണ് കൺസിഡർ ചെയ്യുന്നത്. ഡിസൈഡിങ് റെസിപ്പിയൻസ് ഓഫ് ബെനിഫിറ്റ്സ്. ഓക്കെ, അതില് ഫസ്റ്റ് വരുന്നത് ആർക്കൊക്കെയാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കേണ്ടത്. ഈ ബെനിഫിറ്റ്സ് അവിടെയുള്ള എംപ്ലോയീസിൽ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് അല്ലെ. അതിൽ ആരൊക്കെ ഉൾപ്പെടുത്തണം, അവരെ ആശ്രിതരെ ഉൾപ്പെടുത്തണോ, റിട്ടയർ ചെയ്തവരെ ഉൾപ്പെടുത്തണോ, അല്ലെങ്കിൽ നിലവിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരെ ഉൾപ്പെടുത്തണോ അല്ലെ. അങ്ങനെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണോ, കുട്ടികളുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇൻവോൾവ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെ ആർക്കൊക്കെ കൊടുക്കണം ഈ ബെനിഫിഷ്യൽ പാക്കേജ് എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്ന ഒരു പ്രധാനപ്പെട്ട കൺസിഡറേഷൻ, ഒരു പ്രധാനമായിട്ട് പരിഗണിക്കുന്ന വിഷയം. The different categories of employees who can be a part of overall benefits program offered by the firm must be decided by an employer as a constitute of accomplishing the objectives of a benefit plans. Following the okay, അതായത് വ്യത്യസ്ത തരത്തിലുള്ള ഒരു തൊഴിലിടത്തിലാണെങ്കിൽ വ്യത്യസ്ത വ്യക്തികൾ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. നമുക്കറിയാം ഫുൾ ടൈം എംപ്ലോയർ ഉണ്ടാവാം, പാർട്ട് ടൈം ജീവനക്കാരുണ്ടാവാം, റിട്ടയർഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവാം അല്ലെ. പലതരത്തിലുള്ള വ്യക്തികളെല്ലാം വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതില് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് തൊഴിലുടമ ആർക്കൊക്കെയാണ് ഇത് ഈ ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കേണ്ടത്. ബൈ ദ ഫേം മസ്റ്റ് ബി ഡിസൈഡ് ബൈ ആൻ എംപ്ലോയർ ആസ് എ constitute of accomplishing the objectives അല്ലെ. ആർക്കൊക്കെ ഇതിന്റെ ആ ഒരു ബെനിഫിഷ്യൽ പാക്കേജിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും അത് കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ള കാറ്റഗറി നോക്കിയാണ് ഫസ്റ്റ് വൺ നോക്കുമ്പോൾ ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ് അല്ലെ. അവിടെ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഡിപെൻഡ്സ് മെമ്പേഴ്സ് ഓഫ് ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ് അല്ലെ. ഇവിടെ ഫുൾ ടൈം എംപ്ലോയീസിന്റെ ആശ്രിതരുണ്ടാവാം, അവർക്ക് വേണമെന്ന് അനലൈസ് ചെയ്യുന്നു. എംപ്ലോയീസ് ഹു ഹാവ് റിട്ടയർഡ് ഫ്രം ദ ജോബ്, ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തികൾ, അവിടെ അവര് എംപ്ലോയീസ് തന്നെയായിരുന്നു, അവര് റിട്ടയർ ആയിപ്പോയി അല്ലെ, അവർക്ക് ലഭ്യമാകണമോ എന്ന് ചിന്തിക്കുന്നു. ഡിപെൻഡ്സ് ഓഫ് റിട്ടയർഡ് എംപ്ലോയീസ് അല്ലെ, അവരുടെ റിട്ടയർ ചെയ്ത എംപ്ലോയീസിന്റെ ആശ്രിതര്. പാർട്ട് ടൈം എംപ്ലോയീസ്, ഡിപെൻഡ്സ് ഓഫ് പാർട്ട് ടൈം എംപ്ലോയീസ്, അല്ലെ പാർട്ട് ടൈം ആയിട്ട് ജീവനക്കാരുണ്ട്, അവരുടെ ആശ്രിതര്. എംപ്ലോയീസ് ഹു ആർ ഡിസേബിൾഡ്, ഡിപെൻഡ്സ് ഓഫ് ഡിസേബിൾഡ് എംപ്ലോയീസ്, അവിടെ വർക്ക് ചെയ്യുന്ന അംഗവികലരായിട്ടുള്ള വ്യക്തികളുണ്ട്, അവരെ ഡിപെൻഡ് ചെയ്തിരിക്കുന്ന നല്ല വ്യക്തികളുമുണ്ട്. അതായത് ഡിപെൻഡ്സ് ഓഫ് ഡിസേബിൾഡ് എംപ്ലോയീസ്. നെക്സ്റ്റ് നോക്കുമ്പോൾ സർവൈവർ ഓഫ് ഡിസീസ്ഡ് എംപ്ലോയീസ് അല്ലെ, അവിടെ തീർച്ചയായിട്ടും മരിച്ച അവരുടെ അല്ലെ അവരുടെ ആശ്രിതരുണ്ടാവാം. അതേമാതിരി തന്നെ ഡിപെൻഡ്സ് ഓഫ് ഡിസേബിൾഡ് എംപ്ലോയീസ് പറഞ്ഞു, സർവൈവർ ഓഫ് ഡിസീസ്ഡ് എംപ്ലോയീസ് പറഞ്ഞു. എംപ്ലോയീസ് ഹു ഹാവ് ക്വിറ്റ് ദ എംപ്ലോയ്മെന്റ്. ഓക്കെ, നിലവില് അവർ അവസാനിപ്പിച്ചേക്കുകയാണ്, അതായത് റിട്ടയർമെന്റ് ഒന്നല്ല, പക്ഷെ അവര് ജോലി വേണ്ടാന്ന് വെച്ചേക്കുന്നുണ്ട്, അവർക്ക് അർഹതപ്പെട്ടതാണ്, അവർക്ക് കൊടുക്കണം. ഡിപെൻഡ്സ് ഓഫ് എംപ്ലോയീസ് ഹു ഹാവ് ക്വിറ്റ് ദ എംപ്ലോയ്മെന്റ്. ഓക്കെ, ഈ പറഞ്ഞ അവസാനിപ്പിച്ചവരെ ആശ്രിതരെ ഉണ്ടാവാം, അവരെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ടാവും, അവരെ ഉൾപ്പെടുത്തണം, ഈ തരത്തിലുള്ള എംപ്ലോയ് ബെനിഫിറ്റ്സിൽ അവരെ ഉൾപ്പെടുത്തണം എന്നുള്ളത് ചിന്തിക്കുന്നു. എംപ്ലോയീസ് ഹു ആർ സെപ്പറേറ്റഡ് ഫ്രം എംപ്ലോയ്മെന്റ് ടെമ്പററി, എക്സാമ്പിൾ എംപ്ലോയീസ് ആണ് ഫാമിലി ലീവ് ആൻഡ് ഓക്കെ, ഒരു ടെമ്പററി ആയിട്ട് നമ്മൾ ലീവ് എടുത്ത് അല്ലെ, ഇപ്പൊ അവസാനിപ്പിക്കുകയല്ല, കുറച്ച് ലീവ് എടുത്ത് പോയേക്കുന്നവരുണ്ട്. ഡിപെൻഡ്സ് ഓഫ് എംപ്ലോയീസ് ഹു ആർ സെപ്പറേറ്റഡ് ഫ്രം എംപ്ലോയ്മെന്റ് ടെമ്പററി. എന്താണ് അത് അവരെ ആ എംപ്ലോയറിന്റെ ആശ്രിതര് അല്ലെ, ഇങ്ങനെ ലീവ് എടുത്ത് പോയിരിക്കുന്ന ആ എംപ്ലോയറെ ആശ്രിതര്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാറ്റഗറീസിലുള്ള പേഴ്സൺസ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം എംപ്ലോയീസ് ഉണ്ട്, അവരെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. തന്നെ പാർട്ട് ടൈം ഉണ്ട്, അവരെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ ആശ്രിതരുണ്ട്. റിട്ടയർഡ് പേഴ്സൺസ് ഉണ്ട്, അതേപോലെ തന്നെ അവരുടെ ആശ്രിതര്, പിന്നെ മരിച്ചുപോയവര് അല്ലെ, അവരെ ആ പേഴ്സൺസിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടിയില്ലെങ്കിലും
അവരെ ആശ്രിതരെ കൺസിഡർ ചെയ്യേണ്ടതുണ്ടാവാം. then അതേപോലെ തന്നെ ലീവ് എടുത്ത് പോകുന്നവരുണ്ട്, ചിലപ്പോൾ രാജിവെച്ച് അല്ലെ സ്വമേധയാ വോളണ്ടറി വിറ്റ് ചെയ്ത് പോകുന്നവരുണ്ടാവും, അവരെയൊക്കെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. അപ്പൊ ഇതിൽ ആർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ബെനിഫിഷ്യൽ പാക്കേജുകൾ അവൈലബിൾ ആകുന്നത് അല്ലെ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോ റിക്രൂട്ട്മെന്റ് ടൈമിലൊക്കെയാണ് കുറെ ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കണമെങ്കിൽ ആ റിക്രൂട്ട്മെന്റ് തലങ്ങളിൽ അല്ലെ അവിടെ കാൻഡിഡേറ്റ്സ് ഈ ബെനിഫിഷ്യൽ പാക്കേജ് ഓക്കെ നമ്മളിപ്പോ റിട്ടയർ ചെയ്താലും ആനുകൂല്യം കിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആശ്രിതർക്കും ആനുകൂല്യം കിട്ടോ എന്നൊക്കെ ഉള്ളത് കൺസിഡർ ചെയ്തിട്ടൊക്കെയാണ് അവര് എന്താണ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് അവർക്ക് സാലറിയും മാത്രം പോരാ, ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജും കൂടി ശ്രദ്ധിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള അല്ലെ ഇങ്ങനെയുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുമ്പോൾ അവർ അതും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഓരോരോ കമ്പനിയിൽ അല്ലെ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും എംപ്ലോയർ ആണ്, തൊഴിലുടമയാണ്. തൊഴിലുടമ ഇത് അനുസരിച്ചിട്ട് അല്ലെ നമുക്കറിയാം റിക്രൂട്ട്മെന്റ് ടൈമിലാണ് ബെനിഫിഷ്യൽ പാക്കേജുകൾ അവരെയും കൂടി ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തും. ഓക്കെ, അവിടെ നല്ല നല്ല ആപ്ലിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല നല്ല എംപ്ലോയീസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളിൽ നമുക്കറിയാം എംപ്ലോയീസിനെ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടണമെന്നില്ല എങ്കിൽ ചില ബെനിഫിഷ്യൽ പാക്കേജുകൾ, അതായത് ലീഗലി ഇൻവോൾവഡ് ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ മാത്രം കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ടാവും. കാരണം നിയമപരമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിനെ ഫേസ് ചെയ്യണമല്ലോ എന്നോർത്തിട്ട് തീർച്ചയായിട്ടും അത് നിയമവശത്തിന്റെ ബേസിൽ കൊടുക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ചില ആനുകൂല്യങ്ങളൊന്നും അവർ ആ കമ്പനി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവില്ല. ചില കമ്പനികൾ ഇങ്ങനെയുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കും, കാരണം അവരെ എന്താണ് നല്ല നല്ല ജീവനക്കാരെ ലഭ്യമാകണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ നോട്ട് ചെയ്യുക, എളുപ്പമായിരിക്കും, നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നാൽ മതി അല്ലെ. ഹു ഈസ് കവേർഡ് ബൈ എംപ്ലോയി recipient of benefits അല്ലെ, ഏതൊക്കെ ആർക്കൊക്കെയാണ് ഇത് ഈ എംപ്ലോയി ബെനിഫിറ്റ്സിൽ അർഹതപ്പെട്ടവര് എന്നുള്ള രീതിയിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നൊക്കെ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. ഈ രീതിയിലൊക്കെ ബെനിഫിഷ്യൽ പാക്കേജുകളിൽ വ്യക്തികൾ പെടാം, എംപ്ലോയീസുകളൊക്കെ പെടാം, അല്ലെങ്കിൽ എംപ്ലോയിയുടെ ആശ്രിതരൊക്കെ പെടാം എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ച് പോണതായിരിക്കും ഇച്ചിരി ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങൾ ഓണാക്കി വെച്ചിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, എല്ലാവരും റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇച്ചിരി കൂടി റിലാക്സ് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കേട്ടിട്ട് കുറച്ചു പോകും. ഓക്കെ, നമ്മള് ക്വസ്റ്റ്യൻ വൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് മുന്നോട്ട് പോവാം. സെക്കൻഡ് വരുന്നത് ഡിറ്റർമിനിങ് ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ. ഓക്കെ, അതായത് നമ്മളെ പദ്ധതിയിൽ വിരമിച്ചവരെ ഉൾപ്പെടുത്തുന്നത് നിർണ്ണയിക്കുകയാണ്. അപ്പോ എന്താണ് തീർച്ചയായിട്ടും എന്താണ് റിട്ടയേർഡ് പേഴ്സൺസിനൊക്കെ ഉൾപ്പെടുത്തണോ വേണ്ടേ എന്നുള്ളത് ചിന്തിക്കും അല്ലെ. ചില ലോകളുണ്ട് അല്ലെ, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്കറിയാം റിട്ടയേർഡ് പേഴ്സൺസിന് ചില ആനുകൂല്യങ്ങൾ കൊടുക്കണം. അതില് പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും, ആനുകൂല്യത്തിന്റെ ബേസില് റിട്ടയേർഡ് ചെയ്താലും ആനുകൂല്യങ്ങൾ മേടിക്കുന്നത് എന്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ മേടിക്കുന്നത്? ഇന്ത്യൻ എംപ്ലോയീസ്, ഗവൺമെന്റ് എംപ്ലോയീസിനാണെങ്കിലും ചില അല്ലെ എന്താണ് പ്രത്യേകമായിട്ടുള്ള തൊഴിൽ രംഗത്തൊക്കെ ജീവിക്കുന്നവര് അവര് റിട്ടയർ ചെയ്താലും എന്തായിരിക്കും അവര് കൈപ്പറ്റുന്നത്? എന്താ അവര് കൈപ്പറ്റാറ്? റിട്ടയർ ചെയ്താലും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാറുണ്ടോ? ഉണ്ട്, പെൻഷൻ പറ്റും അല്ലെ. അത് നിങ്ങളെ കൂടെ ഇൻവോൾവ് ചെയ്തതാണ്. ഓക്കെ, ഇൻഷുറൻസും പെൻഷൻസ് ഒക്കെ കൈപ്പറ്റും അല്ലെ. അത് കാരണം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്താലും അവർക്ക് അർഹമായിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ മസ്റ്റ് ആയിട്ടും ഉണ്ട് അല്ലെ. ഇപ്പൊ റിട്ടയേർഡ് പേഴ്സൺസ് ഉണ്ടെങ്കിലും ഇത്രയും മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ PF പോലെയുള്ള ആനുകൂല്യങ്ങൾ അവിടെ ലഭ്യമാക്കേണ്ടതുണ്ട്. നമുക്കറിയാം PFന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എംപ്ലോയറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, എംപ്ലോയിയുടെയും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. റിട്ടയർ ചെയ്തതിനു ശേഷം ഈ ഒരു കോൺട്രിബ്യൂഷന്റെ ബേസിൽ തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള പെൻഷനൊക്കെ ലഭ്യമാണ് അല്ലെ.
അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് തീരുമാനിക്കുന്നുണ്ട് അല്ലെ, റിട്ടയർഡ് പേഴ്സൺസ് തന്നെ ഉൾപ്പെടുത്തുന്നത് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് കോമൺ ഫോർ മേജർ ബെനിഫിറ്റ്സ് ടു ബി പ്രൊവൈഡഡ് ടു ദ എംപ്ലോയീസ് and some portion is given to the dependents of employees like medical expense coverage, life insurance coverage, etc. ഓക്കെ, റിട്ടയർഡ് പേഴ്സൺസ് ആണെങ്കിലും ചില ആനുകൂല്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. അവിടെ ഫാമിലി മെമ്പേഴ്സിനെ മാത്രം അല്ല, അതായത് എംപ്ലോയീസിനെ മാത്രമല്ല ഫാമിലി മെമ്പേഴ്സിനെയും കൂടിയും അവരെ ആശ്രയിച്ച് കഴിയുന്ന ഡിപെൻഡൻസ് ആയിട്ടുള്ള പേഴ്സൺസിനെയും കൂടിയും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പാക്കേജുകളിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. There are many factors which must be taken care of when deciding whether to include other goods in the plan or not. ഓക്കെ, നമ്മളിങ്ങനെ ഇൻഷുറൻസ് പാക്കേജുകൾ തീരുമാനിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം, റിട്ടയർ ചെയ്താലും ഇന്ന പേഴ്സൺസിനെ ആശ്രിതർക്കൊക്കെ ഇതിന്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാനായിട്ട് പാടുള്ളൂ. Then attitude of the employer and the extent of protection provided under other plans like social security are two main considerations involved in this. ഓക്കെ, പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ആ മെയിൻ കൺസിഡറേഷൻസ് അല്ലെ, പരിഗണനയില് പ്രധാനമായിട്ടും അവരുടെ മനോഭാവങ്ങൾ അല്ലെ, അവിടെയുള്ള തൊഴിലാളികളുടെ മനോഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അല്ലെ. ഡിസൈഡ് ദിസ് റോൾ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലോസ് കാനോട്ട് ബി ഇഗ്നോർഡ്. ഒരിക്കലും നമുക്കറിയാം അവരുടെ ലോകൾ അല്ലെ, ദേശീയമായിട്ടുള്ളെങ്കിലും സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങള് ഒരിക്കലും നമുക്ക് മറന്നു കളയാൻ പറ്റില്ല. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അത് ഫോളോ ചെയ്തേ പറ്റും. ഇൻ കേസ് അങ്ങനെ ഫോളോ ചെയ്യേണ്ടതാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് റിട്ടയർഡ് പേഴ്സൺസിനും റിട്ടയർഡിന് ശേഷം ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അവര് തൊഴിലെടുക്കുന്ന ടൈമിൽ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ അല്ലെ കൈപ്പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, തൊഴിലാളികളുടെ മാത്രമല്ല തൊഴിലുടമയും കൂടിയും കോൺട്രിബ്യൂഷൻ അതിൽ നിക്ഷേപിച്ചിട്ടാണ് റിട്ടയർമെന്റിന് ശേഷവും അവർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നത്. For example, to the family leave law, some benefit still need to be provided. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഫാമിലി ലീവ് വന്നു കഴിഞ്ഞാൽ തന്നെ ചില ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവർക്ക് ലഭ്യമാകുന്നുണ്ട്. അതൊക്കെ തീരുമാനം എടുക്കുന്നത് മസ്റ്റായിട്ട് ലോയുടെ ബേസിൽ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ എനിക്കറിയാം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു വിങ്ങിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ലോയുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ അവിടെയുള്ള എംപ്ലോയീസിന് കൊടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതും അതനുസരിച്ചിട്ട് ആ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് റിട്ടയർമെന്റിന് ശേഷമാണെങ്കിലും മസ്റ്റായിട്ട് ലോ അനുശാസിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യം മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇൻ കേസ് അതർ കേസുകളിൽ നമുക്കറിയാം അത് എംപ്ലോയറിന്റെ ഇഷ്ടം പോലെ അല്ലെ, എംപ്ലോയർക്ക് തോന്നുകയാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ മാത്രം അത് അവരെ സ്വമേധയാ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗോഷിയേഷന്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അല്ലെ വിരമിച്ചവരെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യമുള്ള പ്ലാനാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ്ലി നമ്മൾ കണ്ടു ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. റിട്ടയർഡ് പേഴ്സൺസിന് പൊതുവെ നമുക്കറിയാം റിട്ടയർഡ് പേഴ്സൺസ് പിന്നെ അവിടെ ജോലി ചെയ്യുന്നില്ല അല്ലെ, അവരുടെ ഒരു എഫിഷ്യൻസി അവിടെ വരുന്നില്ല. പക്ഷെ അവരെ കൺസിഡർ ചെയ്യേണ്ടത് ചില നിയമവശങ്ങളുടെ ബേസിൽ ചില ഈ പറഞ്ഞ മാത്രമേ തന്നെ റിക്രൂട്ട്മെന്റ് ടൈമിലൊക്കെ ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് തൊഴിലുടമ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. വീണ്ടും പ്രൊബേഷണറി പീരീഡ് ആണ്. പ്രൊബേഷണറി പീരീഡ് ഉണ്ട് അല്ലെ, ഒരു ജീവനക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ റിട്ടയർമെന്റ് പീരീഡ് പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രൊബേഷണറി പീരീഡ് ഒക്കെ ഉണ്ട്. അപ്പൊ നോക്കാം, ആസ് എനി കൈൻഡ് ഓഫ് ക്ലെയിം വിച്ച് ഈസ് റിസൾട്ടഡ് ഡ്യൂറിംഗ് probation must be borne by the employee himself. It is reduce the financial burden of the employers. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പ്രൊബേഷണറി പീരീഡിൽ എംപ്ലോയറിന് വലിയ ബാധ്യതകളൊന്നുമില്ല അല്ലെ. അവിടെ തൊഴിലാളിക്ക് തന്നെയാണ് ഈ പ്രൊബേഷണറി പീരീഡിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് തന്നെ വഹിച്ച് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബർഡൻ ആർക്കില്ല, എംപ്ലോയറിനില്ല. Apart from this, the chance of adverse selection are also reduced due to probationary period. So അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ഇങ്ങനെ അല്ലെ തൊഴിലുടമ കുറെ കാര്യങ്ങളൊക്കെ തീരുമാനം എടുത്താൽ തന്നെ അത് തൊഴിലുടമയുടെ ഭാഗത്തു നിന്ന് ചെലവിന്റെ അല്ലെ കോസ്റ്റിന്റെ കാര്യത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് ചിലപ്പോ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചാൽ പോലും എന്താണ് അത് തൊഴിലാളിയിൽ നിന്ന് തന്നെ അല്ലെ ഈടാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുവരുന്നത്. They terminate employment immediately after they join the organization. In fact, എന്താണ് അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, there will also be reduction in the administrative cost for managing those employees who terminate employment immediately after they join the organization.
ഓക്കെ, നമ്മളിപ്പോ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്നത് വരെയും അല്ലെ, പ്രൊഫഷണൽ പീരീഡ് ആകുമ്പോഴേക്കും അവർക്ക് പെർമനന്റ് എംപ്ലോയി ആവുന്നില്ല, അതിനുശേഷമാണ് അല്ലെ പെർമനന്റ് എംപ്ലോയി ആവുന്നത്. ആ ടൈം ആവുമ്പോഴേക്കും ആണ് നമുക്കറിയാം ജോലിയുടെ പറ്റി കൂടി ഒരു ബർഡൻ ആയിട്ടുള്ള രീതിയിലേക്ക് എത്തുന്നത്. ഇൻഫാക്ട് the new employees who have some claims are faced with the few financial challenges as they are not eligible for any kind of a benefit plan. നമുക്കറിയാം ഒരു ബെനിഫിഷ്യൽ പ്ലാനും ഇവർക്ക് എലിജിബിൾ ആയിട്ട് വരുന്നില്ല. കാരണം എന്താണ്, അവര് പ്രൊഫഷണറി പീരീഡിലാണ് അല്ലെ. അപ്പൊ പ്രൊഫഷണറി പീരീഡിൽ ജീവനക്കാരെ എടുക്കാനായിട്ട് എംപ്ലോയർ എപ്പോഴും താല്പര്യമായിരിക്കും. കാരണം അവർക്ക് വലിയ റിസ്കുകളൊന്നുമില്ല അല്ലെ, ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ആയിട്ടുള്ള പാക്കേജുകളൊന്നും കൊടുക്കണമെന്നുള്ള വ്യവസ്ഥയൊന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ബർഡൻ, ഫിനാൻഷ്യൽ ബർഡൻ അനുഭവപ്പെടുന്നില്ല. The implementation and the time frame of probationary period is reducing, particularly in the medical expense plans, except in the conditions of a high turnover, as most of the organization are trying to attract new talent. ഓക്കെ, നമ്മൾക്ക് അറിയാം ഇങ്ങനെയുള്ള ടൈമിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ സ്ഥാപനത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ ശ്രമിക്കുന്നത്. കാരണം അവർക്ക് വേണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാം അല്ലെ. അപ്പൊ ഹൈ ടേൺ ഓവർ ആയിരിക്കും. ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്താണ് അവര് ആ ഇതിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യത പ്രകടിപ്പിക്കും. അതല്ല എങ്കിൽ അവര് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഉണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ ആയിരിക്കും ആ പ്രൊബേഷണറി പീരീഡിൽ അവര് എടുക്കുന്നത്. അപ്പൊ ആ പീരീഡിലും വേണമെങ്കിൽ കൊടുത്താൽ മതി, കൂടുതലായിട്ട് ബർഡൻ അവിടെ വരുന്നില്ല. തൊഴിലുടമയെ സംബന്ധിച്ച് അങ്ങനെ കൊടുക്കണമെന്ന പ്രത്യേക വ്യവസ്ഥകളൊന്നുമില്ല. പക്ഷെ അല്ലെ തൊഴിലാളികളെ ചിലപ്പോ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാക്കാവുന്നതാണ്. ഒക്കെയാണോ? ഒക്കെയാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം ഫൈനാൻസിങ്. ഓക്കെ, ഫൈനാൻസിങ് എന്താണെന്ന് നോക്കാം. ഫൈനാൻസിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവിടെ ചെലവ് അല്ലെ, ചെലവ് വേണ്ടി വരും. തീർച്ചയായിട്ടും എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കുമ്പോൾ വേണ്ടി വരൂല്ലേ, ഫണ്ട് ആവശ്യമായിട്ട് വരില്ലേ? ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കേണ്ടി വരുമ്പോൾ വേണ്ടി വരുമോ? വെറുതെ ബെനിഫിഷ്യൽ പാക്കേജുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ തൊഴിലുടമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട് അല്ലെ. ഈ പറഞ്ഞ മാതിരി PF പോലെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോഴും തൊഴിലുടമയുടെ പോർഷനോടൊപ്പം തന്നെയാണ് തൊഴിലാളിയിൽ നിന്നുള്ള ഒരു പ്രൊപ്പോർഷനായിട്ടുള്ള പോർഷൻസ് വരുന്നത്. ഇൻ കേസ് നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയിയും കൂടിയും ഉണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ, പക്ഷെ ഒരു ചെറിയ നിശ്ചിത കോൺട്രിബ്യൂഷൻ മാത്രമാണ് എംപ്ലോയിയുടെ. പക്ഷെ അധികം കൂടുതൽ അല്ലെ, കൂടുതലായിട്ട് ഇത് വരുന്നത് ആരുടെയാണ്? തൊഴിലുടമയുടെ തന്നെ പ്രൊപ്പോർഷൻ ആണ് കൂടുതലായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏത് ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കുമ്പോഴും അവിടെ ഫിനാൻസ് ഇമ്പോർട്ടന്റ് ആണ്. തൊഴിലുടമയ്ക്ക് അതിനുള്ള മതിയായ ഫിനാൻസ് അവിടെ ആവശ്യമാണ്. The employee has to pay a portion of the cost of his or her coverage in several beneficial plans. Okay, employee ആണ് ഇത് പേ ചെയ്യേണ്ടത്. This can help the employer financially, or the fund which are served from this can be used in facilitating other types of benefits to the employees. Okay, നമുക്കറിയാം ഫിനാൻഷ്യലി സൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ എംപ്ലോയിക്ക് ലഭ്യമാക്കുന്നത്. There are different types of arguments favoring and opposing the provision of employees' contribution, but in most of the cases, it's a point of argument as these kind of decision are mainly taken on the basis of competition or a collective bargaining. Okay, അതായത് നമ്മളിപ്പോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ വേണം എന്നൊക്കെയുള്ള വ്യവസ്ഥകളുണ്ട് അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ്, അവിടെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടല്ലേ എന്തെങ്കിലും മാറ്റപ്രതിവാദങ്ങളൊക്കെ വന്നതിന് ശേഷമായിരിക്കും തൊഴിലാളി കൂടുതൽ സഫർ ചെയ്യാനായിട്ട് തൊഴിലുടമ കൂടുതൽ സഫർ ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. അല്ലെങ്കിൽ തൊഴിലുടമ എന്താണ്, കൂടുതൽ ഫണ്ട് അവർക്ക് വേണ്ടിയിട്ട് ബെനിഫിഷ്യൽ പാക്കേജിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വലിയ താല്പര്യം പ്രകടിപ്പിക്കില്ല. കാരണം അവരുടെ ഫണ്ടാണല്ലോ, അവരുടെ ഫണ്ടിൽ നിന്നാണ് തൊഴിലാളികൾക്ക് ചില ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുന്നത്. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരെ സാറ്റിസ്ഫൈഡ് ആക്കിയാൽ അവര് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ റിസൾട്ട് അവർക്ക് ഗെയിൻ ചെയ്യാനായിട്ട് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് പെട്ടെന്ന് തന്നെ എളുപ്പം നേടിയെടുക്കാനായിട്ട് സാധിക്കും.
പക്ഷെ നാച്ചുറലി എന്താണ് ഫണ്ട് ചെലവഴിക്കുന്ന ആരാണ്? നമ്മുടെ തൊഴിലുടമയാണ്. അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് നടപ്പാക്കിയിട്ടായിരിക്കും ഒരു തീരുമാനത്തിൽ എത്തുന്നത് അല്ലെ. പല പ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിലുടമയുടെ ഭാഗത്ത് നിന്ന് ഫണ്ട് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് അവർ നിരത്തി വെച്ചിട്ടായിരിക്കും അല്ലെ തൊഴിലുടമ അതിനനുസരിച്ചിട്ട് തിരിച്ചും അവരുടെ വർക്കുകളൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അവിടെ പറയും അല്ലെ. പൊതുവെ നമുക്കറിയാം ഈ ബെനഫിഷ്യൽ പാക്കേജുകളൊന്നും തൊഴിലുടമ ലഭ്യമാകാതെ വരുമ്പോഴാണ് എന്താണ് യൂണിയനുകളൊക്കെ ഇടപെട്ട് യൂണിയന്റെ മധ്യസ്ഥത്തില് അവർക്ക് ആവശ്യമായിട്ടുള്ള ബെനഫിഷ്യൽ പാക്കേജുകൾ അല്ലെങ്കിൽ വേജസ് കൂട്ടിക്കൊടുക്കുകയോ അവര് അധികമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റാനായിട്ട് ശ്രമിക്കുന്നത് ആണോ? എല്ലാത്തിലും തൊഴിലുടമ ഇങ്ങനെയല്ല സാലറിക്കും പുറമെ എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് ഒക്കെ വെറുതെ കൊടുക്കാറുണ്ടാവോ? ഇല്ല അല്ലെ. അവരെ മിക്കപ്പോഴും തൊഴിലുടമ ഏത് നേരം എന്താണ് എപ്പോഴും അവരുടെ അല്ലെ അക്കൗണ്ടിൽ എത്രത്തോളം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും എപ്പോഴും എന്താണ് പ്രോഫിറ്റബിൾ ആക്കണം എന്നുള്ളൊരു മൈൻഡ് തന്നെയായിരിക്കും. തൊഴിലാളിയെ ക്ഷേമ പ്രവർത്തനങ്ങൾ തൊഴിലാളിക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് എന്താ എന്തെങ്കിലും നെഗോഷിയേഷൻ ഒക്കെ ചർച്ചയൊക്കെ വന്ന് കളക്റ്റീവ് ബാർഗെയിൻ ചെയ്ത് അല്ലെ അത് വിലപേശി തന്നെ തൊഴിലാളികള് യൂണിയന്റെ ഒക്കെ മധ്യസ്ഥത്തിലൊക്കെ വിലപേശിയായിരിക്കും ചിലപ്പോൾ നേടിയെടുക്കുന്നത്. അല്ലാതെ തൊഴിലുടമ ഫ്രീ ആയിട്ടൊന്നും ഈ ആനുകൂല്യങ്ങളൊന്നും കൊടുത്ത് പൊതുവെ നമ്മൾ കാണാറില്ല അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള ജസ്റ്റ് സാലറി മാത്രം അവർക്ക് കൈപ്പറ്റാനുള്ള അവകാശം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ആർഗ്യുമെന്റ് ആസ് ദീസ് കൈൻഡ് ഓഫ് ഡിസിഷൻസ് ആർ മെയിൻലി ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് കോമ്പറ്റീറ്റീവ് ഓർ കളക്റ്റീവ് ബാർഗൈനിങ്. പറഞ്ഞ കളക്റ്റീവ് ബാർഗൈനിങ് അതായത് വിലപേശിയിട്ടായിരിക്കും തൊഴിലുടമയിൽ നിന്ന് തൊഴിലാളികൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അവരുടെ ആവശ്യമായിട്ടുള്ള ഫണ്ട് അങ്ങനെയാണ് തൊഴിലുടമ ഇറക്കാനൊക്കെ വെക്കുന്നത് തന്നെ. The employers tend to select voluntarily or refuse the coverage in a situation where contributory financing is implemented for the different types of benefits apart from pension plans. Okay. നമുക്കറിയാം പെൻഷന്റെ ഒക്കെ ഭാഗമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ ഫണ്ട് ഫിനാൻസും കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് തീർച്ചയായിട്ടും എന്താണ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെ. പെൻഷനൊക്കെ വരുമ്പോൾ നമുക്കറിയാം PF-ലൊക്കെ ഇത്രയും കോൺട്രിബ്യൂഷൻ ഒക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ നിയമവശമാണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയറിന് അത് മനസ്സിലാക്കാതെയും നടപ്പാക്കാതെയും പറ്റില്ല. തീർച്ചയായിട്ടും എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ്റെ തന്നെ ചെയ്യണം അല്ലെ. PF-ലൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇത്തരത്തിലുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെ ചെയ്യണം. The cost of the employer will additionally get law based on the degree to which coverage is declined by few employees. Okay. നമുക്കറിയാം തൊഴിലുടമയ്ക്ക് അല്ലെ കുറച്ച് എംപ്ലോയീസിന് വേണ്ടിയിട്ട് ആണ് ഇത്തരത്തിലുള്ള കവറേജുകളൊക്കെ അല്ലെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ആണ് ഇത് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സുകൾ ലഭ്യമാക്കുന്നത്. അപ്പൊ അതെന്താണ് അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള സാലറിക്ക് പുറമെ കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് എന്താണ് ഒരു തൊഴിലുടമ അധികമായിട്ട് ചെലവഴിക്കുന്ന ഒരു ഫണ്ടാണെന്ന് മനസ്സിലാക്കണം. But this saving can be minimized by negative choices which are resulting by those who select coverage additionally. Then if the option of refusing the coverage is available to the employees, the employee himself or his or her depends will be without a coverage in case of any occurrence of loss. Okay, അതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് എന്താണ് ഈ പറഞ്ഞ സംഭാവന പദ്ധതികളെ താരതമ്യേന പെടുത്തുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ എന്താണ് അവർക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലെ. അവരെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് എടുത്തിട്ടായിരിക്കും അവർക്ക് ഇങ്ങനെയുള്ള ഇതുകൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ മിക്കവാറും അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നഷ്ടമുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമ ഈ നഷ്ടം സഹിച്ചുകൊണ്ട് തരണമെങ്കിൽ അത്രയും ബാർഗെയിൻ ചെയ്തിട്ടായിരിക്കുള്ളൂ അവർക്ക് കൊടുക്കുന്നത് അല്ലെ. യൂണിയൻ നേതാക്കളൊക്കെ ഇടപെട്ടിട്ടായിരിക്കുള്ളൂ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. അത് തന്നെയാണ് അവർ എടുത്തു പറയുന്നത്. കോസ്റ്റ് ആണ് അത് മനസ്സിലാക്കിയിട്ട് അവർ ബാർഗെയിൻ ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള അല്ലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരെ സംബന്ധിച്ച് ഒരു നഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെ അവരുടെ ഫണ്ടിൽ നിന്നാണല്ലോ നീക്കി വരുന്നത്. Okay, in comparison to non-contributory plans, the administrative cost is relatively higher in case of contributory plans. So, contributory plans എന്ന് പറയാൻ കാരണം തൊഴിലാളിയിൽ നിന്നും ഒരു നിശ്ചിത ഒരു ഫണ്ടും തൊഴിലുടമയിൽ നിന്നും ഒരു നിശ്ചിത പ്രൊപ്പോർഷനും കൂടി കൂട്ടിയിട്ടാണ് അവർക്ക് ആനുകൂല്യം അല്ലെ. PF-ലൊക്കെ നമ്മൾ അങ്ങനെയാണ് അല്ലെ 0.75 അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ തൊഴിലാളിയിൽ നിന്ന് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്
മോസ്റ്റ് ഓഫ് ദം എന്താണ് തൊഴിലുടമയാണ് ഇറക്കുന്നത് അല്ലെ. അവിടെ ആ തൊഴിലുടമയുടെ മോസ്റ്റ് ഓഫ് ദം വരുമ്പോഴും ചെറിയ നിശ്ചിത ഭാഗം മാത്രമാണ് തൊഴിലാളി പേയ്മെന്റ് നടത്തുന്നത്, അവരുടെ സാലറിയിൽ നിന്ന് കട്ട് ഓഫ് ആയിട്ട് പോകുന്നത്. ഇൻ കേസ് ഇങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആണെങ്കിൽ റിസ്ക് മുഴുവനും ആര് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും, എംപ്ലോയർ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ലേ? എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനിക്കുമ്പോൾ തൊഴിലാളിയിൽ നിന്നും ഒരു കോൺട്രിബ്യൂഷനും ഇറക്കാതെ ഇപ്പൊ ഒരു ടൂർ പാക്കേജ് സംഘടിപ്പിക്കുകയാണ്, നമുക്കറിയാം ഫുള്ളി ടൂറിന്റെ എക്സ്പെൻസ് വഹിക്കുന്നത് തൊഴിലുടമയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ റിസ്ക് കൂടുതലാണ് അല്ലെ. ഒരു പ്രൊപ്പോർഷനായിട്ടുള്ള ഒരു എമൗണ്ട് ഓരോ പേഴ്സൺസും ഒരു നിശ്ചിത എമൗണ്ടും അവിടെ ഈ ടൂറിന് വേണ്ടിയിട്ട് സഫർ ചെയ്യണമെന്നുള്ള ഒരു ഡിമാൻഡോട് കൂടിയാണെങ്കിൽ എന്താണ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തൊഴിലുടമയ്ക്ക് അത്രയും അല്ലെ എന്താണ് എമൗണ്ട് വഹിക്കേണ്ടതായിട്ട് വരില്ല. ഓക്കെ അല്ലേ? എക്സാമ്പിൾ ഓക്കെ അല്ലേ? ണോ? യെസ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് കോൺട്രിബ്യൂഷൻ മുഴുവൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ തൊഴിലാളിക്ക് അതിന്റെ റിസ്ക് കൂടുതലാണ്. കോൺട്രിബ്യൂഷൻ അല്ലെ കുറച്ചും കൂടി തൊഴിലാളിയിൽ നിന്നും കൂടി കുറച്ചും കൂടി കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് അത്രയും റിസ്ക് വഹിക്കേണ്ടതായിട്ട് വരില്ല. അത് ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ബെനിഫിഷ്യൽ പാക്കേജ് ചെയ്ത് തീരുമാനിക്കുമ്പോഴും മൊത്തത്തില് തൊഴിലുടമയാണ് ഇറക്കണമെങ്കിൽ അതിന്റെ റിസ്ക് മുഴുവനും അവർ ക്യാരി ചെയ്യണം. അതേസമയം തൊഴിലാളിക്കും കൂടി ഒരു ചെറിയ വിഹിതത്തോട് കൂടിയിട്ടാണെങ്കിൽ എന്താണ് അത്രയും ബർഡൻ നമ്മുടെ എന്താണ് തൊഴിലുടമയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഫിനാൻസിങ് ഒക്കെ തീരുമാനിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും. കാരണം തൊഴിലാളിക്ക് അധികം ബർഡൻ ആവാൻ തൊഴിലുടമയ്ക്ക് എംപ്ലോയർക്ക് അധികം ബർഡൻ ആവാനായിട്ട് ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല അല്ലെ. അവര് ചെറിയ ശതമാനം തൊഴിലാളിയിൽ നിന്നും കൂടി മേടിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഫ്രഞ്ച് പ്രാക്ടീസ് ഒക്കെ തീരുമാനിക്കുന്നത്. അതല്ലെങ്കിൽ ചർച്ചകളൊക്കെ നടത്തി കളക്റ്റീവ് ബാർഗൈനിങ് അല്ലെ, നമ്മള് വിലപേശിയിട്ട് ഏതെങ്കിലും യൂണിയനൊക്കെ ഇടപെട്ടിട്ടായിരിക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. നമുക്കറിയാം ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തൊഴിലുടമ എന്താണ് തൊഴിലാളിക്ക് അതൊന്നും കൊടുക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് യൂണിയന്റെ നേതൃത്വത്തിലൊക്കെ സ്ട്രൈക്കൊക്കെ കൊണ്ടുവന്ന് ആയിരിക്കും അവര് അത് അവകാശപ്പെട്ടത് തന്നെയാണ് അല്ലെ. ഓവർ ടൈം ചെയ്തിട്ടാണ് അവര് ഡ്യൂട്ടി ചെയ്യുന്നത്, അവർക്ക് അതിനുള്ള മതിയായ സാലറി അവർക്ക് ഏൺ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് അല്ലെങ്കിൽ സാലറി കൂട്ടി കൊടുക്കേണ്ടതൊക്കെ അവരുടെ അവകാശമാണ്. സോ അതൊന്നും കൊടുത്തില്ലെങ്കിലൊക്കെ അവര് സമരങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് കളക്റ്റീവ് ബാർഗൈൻ ചെയ്തിട്ടാണ് അവര് അത് നേടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫണ്ട് എന്നുള്ളത് ഫിനാൻസിംഗ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മാറ്റർ തന്നെയാണ്. വായിച്ചു നോക്കുക. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ. ഇല്ലയാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം എംപ്ലോയി ചോയ്സ്. എംപ്ലോയി ചോയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി കുറെ തൊഴിലുടമയ്ക്ക് തോന്നുന്ന വിധത്തില് കുറെ ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഗുണം തൊഴിലാളികൾക്ക് എല്ലാവർക്കും തന്നെ നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് അല്ലെ. അതും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. Different methods which can be used for gaining the viewpoints and the choice of the employees regarding different benefits plans are stated below. Okay, അതായത് ഇവരുടെ അല്ലെ ബെനിഫിഷ്യൽ പാക്കേജുമായി ബന്ധപ്പെട്ട എംപ്ലോയിക്ക് ഉണ്ടാവുന്ന ചോയ്സ് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടില് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാനായിട്ട് വ്യത്യസ്ത മെത്തേഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പേഴ്സണൽ ഇന്റർവ്യൂ. ഓക്കെ, പേഴ്സണൽ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുടെ ഇൻട്രസ്റ്റ് താല്പര്യങ്ങൾ അവർ പ്രകടിപ്പിക്കും. ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് മാർക്കറ്റിംഗ് റിസർച്ച് മെത്തേഡ് ഫോർ എ സ്മോൾ ഓർഗനൈസേഷൻ or for a benefit plan which includes only a limited number of employees is a personal interview. ഇത് ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ അല്ലെ ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസർച്ച് മെത്തേഡ് പേഴ്സണൽ ഇന്റർവ്യൂ ആണ് അല്ലെ. അത് ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഏത് രീതിയിലാണ് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റുകൾ ഏറ്റവും നന്നായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് സ്മോൾ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പേഴ്സണൽ ഇന്റർവ്യൂ നടത്തിയിട്ട് അവരോട് ചോദിച്ചറിയാം അല്ലെ അവരുടെ ആവശ്യം എന്താണെന്നുള്ളത്.
then എന്താണ് ഇവിടെ പറയുന്നുണ്ട്, ദിസ് ക്യാൻ ഓൾസോ ബി സീൻ ആസ് ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. അല്ലെ, ഒരുപാട് ചെലവില്ലാത്ത ഒരു കാര്യമാണ്. ഓരോ പേഴ്സൺസിനെയും വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് താല്പര്യം, അല്ലെ എന്തൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അവർ പറയും അല്ലെ ഒരു എന്റർടൈൻമെന്റ് വേണം എന്നൊരു ആഗ്രഹമുണ്ട്, ഈ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫുഡ് കഴിക്കണമെന്നുണ്ട്, അല്ലെ നമുക്ക് ക്യാൻഡി സർവീസ് ആഗ്രഹമുണ്ട്, ട്രാവലിംഗ് ഇതുകൾ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടൊക്കെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമ്മളെ പരിഗണിക്കുക, അല്ലെ ഒരു പാരിതോഷികം തരണമെന്നുണ്ട്, നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് അല്ലെ വർക്ക് ചെയ്ത് ടാർഗറ്റ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അല്ലെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ സീസൺ ആയിട്ടുള്ള ടൈമുകളിൽ അവർക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് സംഘടിപ്പിച്ചു കൊടുക്കണമെന്നുണ്ടാവും. തീർച്ചയായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഓരോ വ്യക്തികൾ എന്തായാലും ഷെയർ ചെയ്യും. അപ്പൊ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അല്ലെ റിസർച്ച് നടത്താൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, പ്രത്യേകിച്ച് സ്മോൾ ഓർഗനൈസേഷനാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ്. ഇതില് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൽ നിന്ന് അല്ലെ ആൻസറുകൾ ആരാഞ്ഞിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുക. നോക്കാം. There are mainly two proportions in a simplified questionnaire. The first one is used to determine the benefits of preference, while the other portion is aimed to determine the benefits of preference while our line repeated ആണ്. The portion is aimed to determine the demographic details such as age, gender, year of service, marital status, salary range, etc. Okay. അതായത് ഈ ക്വസ്റ്റ്യൻസിൽ രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് എയിം ചെയ്യുന്നത് എന്താണ്, എന്തിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. മറ്റൊന്നും ഒരു കാര്യം ഓർക്കേണ്ടത്, പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളത് നമുക്കറിയാം ഓരോ ഏജ് അനുസരിച്ചിട്ടല്ലേ. അവിടെ ഡ്യൂട്ടിക്ക് വരുന്നവര് വളരെ വ്യത്യസ്ത തരത്തിലുള്ള ജീവനക്കാരായിരിക്കും. ഒരുപാട് പേര് ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും, കുറച്ച് പേരൊക്കെ ഫ്രഷേഴ്സ് ആയിരിക്കും, അല്ലെ കുറച്ച് പേരൊക്കെ അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ളവരായിരിക്കും, അല്ലെ ഫീമെയിൽ ഉണ്ടാവും, മെയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഏജിലെ ഡിഫറൻസ് ഉണ്ടാവും, എക്സ്പീരിയൻസ് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് അല്ലെ അവിടെ മാരിറ്റൽ സ്റ്റാറ്റസും അല്ലെ സാലറി റേഞ്ച് ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരിൽ നിന്ന് ആശയങ്ങൾ അവർക്ക് എന്താണോ ഗുണകരമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെ. അപ്പൊ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, ചിലർക്ക് അല്ലെ ഒരു സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത പോർഷൻ നീക്കി വെക്കുന്നതിന് തടസ്സം ഉണ്ടാവില്ല. കാരണം അവര് നല്ല രീതിയിൽ തന്നെ സാലറി ഏൺ ചെയ്യുന്നവരായിരിക്കും. അതേസമയം തുച്ഛമായിട്ട് സാലറി മേടിക്കുന്ന ജീവനക്കാരും ആ ഒരു ഓർഗനൈസേഷനിലുണ്ടാവും. അവർക്ക് ഒരു ലംസം എമൗണ്ട് അല്ലെ ഒരു വലിയൊരു എമൗണ്ട് നീക്കി വെക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ബർഡൻ ആയിരിക്കും. അപ്പൊ ഇതനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ, അല്ലെ. ചിലർക്ക് അവരുടെ പോർഷൻസ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല, ചിലർക്ക് അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള പോർഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെ. ചിലരെ സംബന്ധിച്ച് റിട്ടയർഡ് ആയിട്ടുള്ള ടൈമൊക്കെയാണ്. അപ്പൊ അവർക്ക് എന്താണ് ആ ടൈമിലേക്ക് സേവ് ചെയ്യാനായിരിക്കും ഇൻട്രസ്റ്റ്. അതേസമയം ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അവർക്ക് വേറെ കുറെ കാര്യങ്ങൾ അല്ലെ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്, അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് അവരുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചറിഞ്ഞിട്ട് അതനുസരിച്ചുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. നെക്സ്റ്റ് നോക്കുക. അനലൈസിസ് of data collected will be difficult task and it will require the use of a computer if the organization is not a small one. ഓക്കെ, നമുക്ക് ചെറിയൊരു യൂണിറ്റ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഓരോ തൊഴിലാളികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ പറഞ്ഞ മാത്രമല്ല അല്ലെ മെയിൽ ആണോ ഫീമെയിൽ ആണോ ഏജും അവരുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് അവരുടെ സാലറിക്ക് ബേസ് ചെയ്തിട്ട് ബെനിഫിഷ്യൽ പാക്കേജ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള രീതിയൊക്കെ ആകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. To avoid upsetting the employees, it is important that questionnaire is a brief. Okay, നമുക്ക് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ ഒക്കെ നടത്തുമ്പോൾ ആരെയും അല്ലെ വിഷമിപ്പിക്കാനോ ബോറടിപ്പിക്കാനോ അവരുടെ എന്താണ് പ്രൈവസിയെ ചൂഷണം ചെയ്യാതിരിക്കാനൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ട് അവരെ ഇൻട്രസ്റ്റ് ഒക്കെ അറിയാനായിട്ടുള്ള രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇപ്പൊ രണ്ടേ രീതി നമ്മളിപ്പോ പറഞ്ഞു, പേഴ്സണൽ ഇന്റർവ്യൂ ആൻഡ് സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ്. പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പ് ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ നടത്തി തന്നെ അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള അല്ലെ ഡിഫറെന്റ് ടൈപ്പിലുള്ള ജീവനക്കാരൊക്കെ ഉള്ള വലിയ വലിയ ഫേം ഒക്കെ ആകുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് ഉള്ള കൃത്യമായിട്ടുള്ള രീതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് അവരെ ക്വസ്റ്റ്യൻ നടത്തി ഒരുപാട് ബോറടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുക്കാതെ തന്നെ അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്.
ഓക്കെ, ലിസ്റ്റ് വായിച്ചു നോക്കാം. ഏതൊക്കെ ടൈപ്പ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളും നോട്ട് ചെയ്യുന്നുണ്ടോ? എംപ്ലോയീസ് ചോയ്സ് അല്ലെ, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചോയ്സ് മനസ്സിലാക്കി എടുക്കാം എന്നുള്ളത് പേഴ്സണൽ ഇന്റർവ്യൂ നടത്തി നോക്കാം. സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ് വഴി നമുക്ക് അവരുടെ എംപ്ലോയീസിന്റെ റിസൾട്ട് ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് വരെ ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചു നോക്കിയോ? അടുത്ത പോയിന്റിലേക്ക് പോകാം. ഓക്കെ, നിങ്ങള് ചെറുതായിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ഇതിന്ന് വന്ന് കാണാറുള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ ചെറിയ ഹെഡിങ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട. ഇപ്പൊ ഇതിന്റെ തന്നെ സ്റ്റാർട്ടിങ് നമ്മൾ ഹെഡിങ് കണ്ടായിരുന്നു. എന്താണ് അവിടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെ, ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസിഡറേഷൻ അഡ്മിനിസ്ട്രേഷൻ ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ആർ സ്റ്റേറ്റഡ് ബിലോ അല്ലെ. അവിടെ ഏതൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷൻസ് നോക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, ഹെഡിങ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസറുകൾ ഉണ്ടോ എന്ന് നോക്കാം. അതേമാതിരി തന്നെ നമ്മൾ കണ്ടു റെസിപ്പിയന്റ് ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കൊക്കെ കൊടുക്കണം അല്ലെ, അത് എന്തിലൊക്കെ പെടുന്നവർക്കൊക്കെ ആശ്രിതർക്കൊക്കെ കൊടുക്കാവുന്നതാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. വീണ്ടും റിട്ടയേഴ്സ് ഇൻ പ്ലാൻ അല്ലെ, അവിടെ റിട്ടയേഴ്സ് ആയിട്ടുള്ള പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടെന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടു എന്താണ് ആർക്കൊക്കെ കൊടുക്കണം അല്ലെ, ഇത് അവരുടെ മനോഭാവങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടാണ് ഇത് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. പ്രൊബേഷണറി പീരീഡിന്റെ കാര്യം അപ്പൊ അതൊക്കെ ജസ്റ്റ് ആ ഹെഡിങ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. പ്രൊബേഷണറി പീരീഡില് തീർച്ചയായിട്ടും എംപ്ലോയറിന് അധികം ബേർഡൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഓർക്കാം. ഫിനാൻസിങ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ തീർച്ചയായിട്ടും ഫണ്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെ. ഫണ്ട് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് തൊഴിലുടമ കൂടുതൽ ചെലവഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺട്രിബ്യൂഷൻ അല്ലെ, അത് ഉള്ളതനുസരിച്ചിട്ടായിരിക്കും അവർക്ക് താല്പര്യം ഉണ്ടാകുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കളക്റ്റീവ് ബാർഗൈനിങ് നടത്തിയിട്ടൊക്കെയാണ് ഫൈനാൻസിങ് തീരുമാനം എടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് പോയിന്റ് നമ്മൾ കണ്ടത് ഏതൊക്കെ രീതിയിൽ എംപ്ലോയീസിന്റെ ചോയ്സ് കണ്ടെത്താം അല്ലെ, അത് എങ്ങനെയൊക്കെ പേഴ്സണൽ ഇന്റർവ്യൂ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് വഴിയൊക്കെ നമുക്ക് കണ്ടെത്താം. പേഴ്സണൽ ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ ഏറ്റവും മികച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളൊക്കെ അല്ലെ, ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്ത് ഒരുപാട് ടൈമൊക്കെ വേസ്റ്റ് ആക്കാനൊക്കെ അതായത് ബുദ്ധിമുട്ടാകുമ്പോൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ അല്ലെ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഓർത്ത് വയ്ക്കുക. സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്. സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർണമായിട്ടുള്ള അല്ലെ ഒരു റിസർച്ച് ഗവേഷണ മെത്തേഡാണ്. ദ മെഷർമെന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് preference of a employee is not possible in the case of a personal interview and simplified questionnaires. അതായത് സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസും പേഴ്സണൽ ഇന്റർവ്യൂയും അല്ലാതെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലൂടെ ഒന്നും ഇങ്ങനെ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഫ്രഞ്ച് ബെനിഫിറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത രീതി വരുമ്പോഴാണ് ഏത് മെത്തേഡ് നമ്മൾ എടുക്കുന്നത്, സൊഫിസ്റ്റിക്കേറ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് മോർ സൊഫിസ്റ്റിക്കേറ്റഡ് മാർക്കറ്റിംഗ് റിസർച്ച് ടൂൾസ് ആർ എംപ്ലോയ്ഡ് ബൈ many firms so that it is possible to measure the significance of employees' preference related to different benefits plans.
ഓക്കെ, അതായത് പ്രാധാന്യത്തെ കുറിച്ചിട്ട് അവിടെ കണ്ടെത്തുകയാണ്. എന്ത് സങ്കീർണമായിട്ടുള്ള റിസർച്ചിലൂടെയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിഷ്യൽ പാക്കേജുകൾ എന്താണ് അത് അവരിൽ നിന്ന് ചോദിച്ചറിയാതെ തന്നെ പല റിസർച്ചുകൾ നടത്തിയിട്ടാണ് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കണ്ടെത്തുന്നത്. When certain alternative plans have been formulated by the employees, then only the sophisticated research tool can be implemented. അതായത് നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ പലതരത്തിലുള്ള ആനുകൂല്യ നടപടികളെ കുറിച്ചിട്ട് പറഞ്ഞ മാതിരി തന്നെ എംപ്ലോയീസ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ അവരെ കണ്ടെത്തും, അല്ലെ ഫോർമുലേറ്റ് ചെയ്യും, അല്ലെ ഇത് വേണമെങ്കിലാവാം അത് വേണമെങ്കിലാവാം, അങ്ങനെ ഒരു 3-4 ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കണ്ടെത്തും. ദെൻ അതിന്റെ കോസ്റ്റും അത് ഒരുപാട് പേർക്ക് അതിന്റെ ബെനിഫിഷ്യൽ പാക്കേജ് കിട്ടോ കവർ ചെയ്ത് കിട്ടോ അല്ലെ എവിടെയുള്ള ജീവനക്കാർക്ക് എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടോ എന്നൊക്കെ അത് മനസ്സിലാക്കിയിട്ട് ഏതാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തും. അപ്പൊ അവര് തന്നെ രൂപീകരിക്കുകയാണ് പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അതൊക്കെ പല റിസർച്ചുകളൊക്കെ നടത്തി അല്ലെ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ട് ആണ്. അതായത് നേരിട്ട് എന്താണ് അവരിൽ നിന്ന് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെയുള്ള രീതികൾ അല്ലെ നമ്മുടെ ഇന്റർവ്യൂ നടത്താതെ തന്നെ അവർ തന്നെ കുറച്ച് ഫോർമുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. ദെൻ അതില് ഏറ്റവും മോസ്റ്റ് ഫേവറബിൾ ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. Most of the time, simplified questionnaires and interviews are followed by this technique, and it may require further interviews or gives questionnaires. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും അല്ലെ ഏറ്റവും പല അഭിമുഖങ്ങളോ കാര്യങ്ങളൊക്കെ നടത്താതെ തന്നെ അല്ലെ ഇന്റർവ്യൂ നടത്താതെ അല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർവ്യൂ അല്ലെങ്കിൽ റിസർച്ച് സംഭവങ്ങളോ നടത്താതെ തന്നെ അല്ലെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പേഴ്സണൽ ഇന്റർവ്യൂ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസോ നടത്താതെ തന്നെയാണ് അവരെന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ റിസർച്ച് മെത്തേഡിലൂടെ തന്നെ ഗവേഷണ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് അവിടെ തീരുമാനമെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ആ ഒരു ടെക്നിക്കിനെയാണ് എന്ന് പറയുന്നത് സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഗവേഷണങ്ങൾ നടത്തുമ്പോൾ അതിൽ ചിലപ്പോൾ വേണമെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആവശ്യം വരാം അല്ലെ അവിടെയുള്ള എംപ്ലോയീസിന്റെ കമ്മ്യൂണിക്കേഷൻസും കൂടി അതിൽ ഉൾപ്പെടുത്താം. പക്ഷെ ഈ ഒരു ടെക്നിക്കുകളിൽ അവർ തന്നെ രൂപം കൊള്ളിക്കുകയാണ് പലതരത്തിലുള്ള ഈ തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ. ഓക്കെ, അപ്പൊ ഈ 3 രീതിയിലാണ് ഈ അവരുടെ ഇൻട്രസ്റ്റ് എംപ്ലോയീസിന്റെ ചോയ്സ് കണ്ടറിയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. Hello, ma'am. എക്സാമിന് നമ്മൾ ഇങ്ങനെ പോയിന്റ്സ് ബൈ പോയിന്റ്സ് ആയിട്ട് പഠിച്ചാൽ മതിയോ അല്ലെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഇതും നോക്കണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് പോയിന്റ്സ് നിങ്ങള് മോക്ക് ടെസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ആ രീതിയിൽ തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ വലിയ ഡീപ്പായിട്ട് അങ്ങനെ പഠിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഇതെന്ന് പറയുന്നത് ഒരു വലിയ തിയറി പേപ്പർ ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് വളരെ പ്രധാനമായിട്ടും ഒന്നാമതായിട്ട് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് കുറെ ഇമ്പോർട്ടൻസ് സബ്ജക്ട്സ് ടീച്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെഡിങ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് ആശയം മനസ്സിലാക്കി വെക്കുക. എപ്പോഴാണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യാനൊക്കെ വരുമ്പോൾ ആശയം മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യണം. എക്സാമിനെ സംബന്ധിച്ച് HR-ന്റെ ഫാക്കൽറ്റി ആവാൻ പറ്റുമോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ്? അത് ഞാൻ പല പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് മാനേജ്മെന്റിനോട് നേരിട്ട് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു പോയിന്റ് ആണ് അത്. നേരിട്ട് വെച്ച് ചോദിക്കാം എങ്ങനെയാന്നുള്ളത്. അപ്പോ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞിരുന്നു ഏതാണെങ്കിലും ഏതൊരു കോഴ്സ് കഴിയുമ്പോഴും അല്ലെ അവര് മിക്കവാറും ഈ ഫാക്കൽറ്റിക്ക് ഇന്ന കാര്യങ്ങൾ ആവശ്യമാണെന്നുള്ളത് ഉണ്ടാവും. അപ്പൊ അവരുടെ ഇതനുസരിച്ചിട്ടുള്ള ഇതുകൾ ഉണ്ടെങ്കിൽ അല്ലെ അവര് മിക്കവാറും നമ്മളെ കൊണ്ട് ഇന്റർവ്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻസും അല്ലെ അവരെ പൊതുവെ എടുക്കാനുള്ള പരിചയ സമ്പത്തൊക്കെ എന്തായാലും നോട്ട് ചെയ്യും. തീർച്ചയായിട്ടും അതിനൊക്കെ കേപ്പബിൾ ആണെങ്കിൽ ഓൾറെഡി അതിന് സെലക്ടബിൾ ആകും. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട് നേരിട്ട് മാനേജ്മെന്റിനോട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇവിടെ നമ്മുടെ ഈ പോർഷൻസിലെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, പിന്നെ അതില് പ്രധാനമായിട്ടും നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യകത വരുമെന്ന് തോന്നുന്നില്ല. അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് നമ്മൾ ബർഡനായിട്ട് പഠിച്ചിങ്ങനെ തറമായിട്ട് ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കൊന്നും വേണ്ട. പോയിന്റ്സുകൾ ഹെഡിങ്സുകളൊക്കെ എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം.
പിന്നെ നാച്ചുറലി ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യുക. കാരണം മിക്കവാറും മെയിൻ എക്സാമിനുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ വന്ന് കാണുന്നതൊക്കെയാണ് നോട്ട് ചെയ്ത് പോകാറുള്ളത്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.